വിശദമായ വാർത്തയിലേക്കാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് തിരുത്തി സംസ്ഥാന സർക്കാർ. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. ഔദ്യോഗിക തീരുമാനം വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗം സ്വീകരിക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഒടുവിൽ ആചാര സംരക്ഷണത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. തീർച്ചയായും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യം സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ സംഘർഷങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ അത് ഇടയാക്കുന്നതും പിന്നീട് ബിന്ദു അമ്മിണി അടക്കമുള്ളവർ ശബരിമലയിൽ ഈ പ്രതിഷേധങ്ങൾക്കിടെ കയറുന്നതുമൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്ത ഒരു ഘട്ടമുണ്ട്. അന്ന് സർക്കാർ ഈ നവോത്ഥാനം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കൂടി ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന നിലപാടാണ് അന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് സുപ്രീം കോടതി ഇത്തരത്തിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ശബരിമല വിഷയത്തിൽ വലിയ തിരിച്ചടി സർക്കാരിന് നേരിടുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സർക്കാർ നേരിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനിടയിൽ ആണ് ഇപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശത്തിൽ കൂടി ഒരു നിലപാട് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ നിലപാട് തിരുത്താൻ തീരുമാനിച്ചിരുന്നു. ദേവസ്വം ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ശബരിമലയിൽ യുവതീ പ്രവേശം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. നേരത്തെ യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുള്ള നിലപാടാണ് അന്ന് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നതെങ്കിൽ അത് തിരുത്താൻ കഴിഞ്ഞ മാസത്തെ യോഗത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ നിലവിലെ ആചാരം എന്താണോ അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അതായത് ശബരിമലയിൽ നിലവിൽ യുവതീ പ്രവേശം ആചാരത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം അത് ചർച്ചയാവുകയും ചെയ്തു. നാളെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് അറിയിക്കും. അതായത് ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ സംരക്ഷിക്കണം എന്ന നിലപാട്, യുവതീ പ്രവേശം വേണ്ട എന്ന നിലപാട് നാളെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. നാളെയാണ് ഈ ഹർജിക്കാർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അവരവരുടെ വാദങ്ങൾ എഴുതി നൽകാൻ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതി ഈ പുനഃപരിശോധനാ ഹർജികളിലുള്ള വാദം തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ നേരത്തെ തന്നെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഹർജിക്കാരുടെയും അതുപോലെ തന്നെ ഈ കക്ഷികളുടെയും ഒക്കെ വാദം എഴുതി നൽകണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ആണ് സമയം അവസാനിക്കുന്നത്. അത് നാളെ ഈ സമയം അവസാനിപ്പിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ശബരിമലയിൽ ആചാര സംരക്ഷണം വേണം, ശബരിമലയിൽ യുവതീ പ്രവേശം പാടില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ നാളെ സ്വീകരിക്കുക. അതേസമയം അതായത് ഈ യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന യങ് ലോയേഴ്സ് ഫോറം അവർ ഇപ്പോൾ അവരുടെ വാദങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ശബരിമല ഇത് സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ ശബരിമല മാത്രം മറ്റൊരു വിഭാഗമായി അല്ലെങ്കിൽ ശബരിമലയെ മാത്രം മാറ്റി നിർത്തി മറ്റൊരു വിഭാഗമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ 7-ാം തീയതി ഈ കേസിൽ വാദം തുടങ്ങുകയാണ്. ആദ്യം ഈ ഹർജിക്കാരുടെ വാദങ്ങൾ, അതിനുശേഷം എതിർകക്ഷികളുടെ സർക്കാരിൻ്റെ അടക്കം വാദം സുപ്രീം കോടതി കേൾക്കും. അതിനുശേഷം ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കുന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന്റെ സൂചനകൾ സർക്കാർ നൽകുന്നത്. പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിലുണ്ടായ തിരിച്ചടി അത് വലിയ രീതിയിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാകുക അല്ലെങ്കിൽ ഒരു പുനർചിന്തനത്തിലേക്ക് സർക്കാരിനെ നയിക്കുന്ന സാഹചര്യമുണ്ടായി. സർക്കാർ ഈ CPMന്റെ നേതൃത്വത്തിൽ വീടുകളിലേക്കൊക്കെ പോയി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് ഇത്തരത്തിൽ വിശ്വാസ സംരക്ഷണത്തിന്റെ വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുകയും അവരിൽ നിന്ന് അഭിപ്രായമൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലപാട്
മാറ്റുന്നത്. ഏതായാലും ചരിത്രപരമായ ഒരു തീരുമാനമാണെന്ന് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിക്കണം എന്നുള്ള അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഉത്തരവ് എങ്കിൽ അന്ന് അതിനുവേണ്ടിയുള്ള സംരക്ഷണമടക്കം ഒരുക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനിപ്പുറത്തേക്ക് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. നാളെ ഈ യുവതീ പ്രവേശത്തെ എതിർത്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നു. ശരി, വ്യക്തമാണ്. ആന്റണി ജെ ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി കേരളാംഗം.